എടാ എക്സാം വരാനായില്ലേ 5 മിനിറ്റ് കൊണ്ട് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്താലോ? നോക്ക്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഗിവൺ ദാറ്റ് HCF ഓഫ് 306 657 is equal to 9. ഫൈൻഡ് LCM ഓഫ് 306 657. എങ്ങനെയാടാ ചെയ്യാ? നോക്ക്, HCF into LCM is equal to product of the numbers. HCF into LCM is equal to product of the numbers. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമുക്ക് നോക്കാം. HCF എന്താ? 9. LCM നമുക്ക് അറിയില്ല, കാണേണ്ടതാണ്. 306 പ്രൊഡക്റ്റ് എന്താ? 306 into 657. അങ്ങനെയാണെങ്കിൽ LCM എന്താ? ഇവിടുന്ന് 306 into 657 divided by 9. ഇത് നമുക്ക് ചെയ്താൽ എന്താ കിട്ടുന്നത്? 22,338. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² + 5x + 6 is equal to 0. എന്താടാ ക്വസ്റ്റ്യൻ? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കാണാനാ അല്ലെ? എന്താ ചെയ്യാ? x² + 5x + 6 is equal to 0. നമുക്ക് എന്ത് വേണം? കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേമിനെ നമ്മൾ നോക്കുക അല്ലെ? എക്സിന്റെ കൂടെ ഉള്ള ടേമിനെ നോക്കുക. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടണം. അതായത് 6 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടണം, 5 ആഡ് ചെയ്താലും കിട്ടണം, 2 നമ്പർ സെലക്ട് ചെയ്യാൻ പറ്റണം അല്ലെ? ഏതാ? നമുക്ക് കിട്ടിയിട്ടുണ്ടാവും, മനസ്സിലായി. 2 × 3 6, 2 + 3 5 അല്ലെ? അത് വെച്ച് ഫാക്ടറൈസ് ചെയ്യുക. x + 2 × x + 3 = 0 അല്ലെ? ഇത് 0 ഇപ്പുറത്തേക്ക് എടുത്ത x = -2, x = -3. ആൻസർ ആയില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 13th term of an AP 10, 7, 4, etc. is. നോക്കാം അല്ലെ? 30ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ കാണാൻ പറഞ്ഞേ? 13th term is equal to a + 29d. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ a + 1d, മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ a + 2d. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ടേം എന്ന് പറഞ്ഞാൽ a + 3d. അങ്ങനെയാണെങ്കിൽ 13th ടേം എന്ന് പറഞ്ഞാൽ a + 29d അല്ലെ? a എന്താ? 10 ആണ് അല്ലെ? a 10 ആണ്. d എന്താ? 7 - 10 = -3 ആണ്. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 10 + 29 × -3, 10 + 29 × -3 -87. 10 - 87 = -77. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് വോളിയം ഓഫ് എ സിലിണ്ടർ ഹാവിംഗ് റേഡിയസ് 10 cm ആൻഡ് ഹൈറ്റ് 21 cm. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് യൂസ് പൈ 22/7. അതായത് പൈയുടെ വാല്യൂ 22/7 ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? എന്താടാ സിലിണ്ടറിന്റെ വോളിയം? സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, πr²h അല്ലെ? πr²h. എല്ലാ വാല്യൂസും കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? പൈ എന്താ യൂസ് ചെയ്യേണ്ടത്? 22/7. 22/7 × r. റേഡിയസ് എത്രയാ പറഞ്ഞ? റേഡിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നു 10 cm. 10 × ഹൈറ്റ് എത്രയാ? 21 cm × 21. ഈ 7ഉം 21 ഒന്ന് നോക്കിയേ. 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ 21? 3 7s are 21. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 അല്ലെ? 3 × 22 66. 66 × 10 660 × 10 6600 അല്ലെ? ഇതായിരിക്കും ആൻസർ. യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ ക്യൂബ് അല്ലെ? വോളിയത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ്, 6600 സെന്റിമീറ്റർ ക്യൂബ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ whose sum and product of zeros are -3 and 2 റെസ്പെക്റ്റീവ്ലി. എന്താ ക്വസ്റ്റ്യൻ? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സം ഓഫ് ദി സീറോസും തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസും തന്നിട്ടുണ്ട്. മക്കളെ പഠിച്ചു വെച്ചോ, എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ. സം ഓഫ് ദി സീറോസും പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസും തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് x² - ഇക്വേഷൻ നോക്കി വെച്ചോ. സം ഓഫ് ദി സീറോസ് × x + പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ്. സം ഓഫ് ദി സീറോസ് ക്വസ്റ്റ്യനിലുണ്ട്, പ്രൊഡക്റ്റ് ഓഫ് ദി സീറോസ് ക്വസ്റ്റ്യനിലുണ്ട്. x² - 3x + 2 എന്ന് വരും. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ x² + 3x + 2. എടാ എക്സാമിന് ഉപകരിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പഠിച്ചു വെച്ചോ. ഓൾ ദ ബെസ്റ്റ്.